വാപ്പി പറഞ്ഞു മഞ്ഞക്കാർ മഞ്ഞ ബൈക്കായതുകൊണ്ട് വാപ്പി പറഞ്ഞു നമ്മളെ മഞ്ഞക്കാരൻ്റെ നമ്പർ ഇടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അത് വേണ്ട, എനിക്ക് ഇഷ്ടമുള്ള നമ്പർ ഇടുന്ന് പറഞ്ഞു. അപ്പം വാപ്പി ചോദിച്ചു ഏതാണ് എനിക്ക് ഇഷ്ടമുള്ള നമ്പർ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ് മമ്മൂക്കാരുടെ വണ്ടീൻ്റെ നമ്പർ മതി എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് അറിഞ്ഞൂടാന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയാമെന്ന് ഞാൻ പറഞ്ഞു. Come light the menorah. Let's have a party, we'll all dance the hora. Gather round the table, we'll give you a treat. Said we will mean to play with them like a sweet. And while we are playing, the candles are burning low. One for each night they shed a sweet light to remind us of days long ago. Hanukkah, oh Hanukkah, come light the menorah. Let's have a party, we'll all dance the hora. Gather round the table, we'll give you a treat. Said we will mean to play with them like a sweet. And while we are playing, the candles are burning low. One for each night they shed a sweet light to remind us of days long ago. One for each night they shed a sweet light to remind us of days long ago. Hey! ഗൈസ്, അപ്പോൾ എൻ്റെ പ്രാക്ടീസ് ആണല്ലേ, വാ. ഞാൻ പിന്നെ ധൈര്യം കൊടുത്തിട്ട് മോക്കും ധൈര്യം കൊടുത്തിട്ട് പയ്യെ പയ്യെ പഠിപ്പിച്ച് വീട്ടിലാദ്യമായിട്ട് പയ്യെ വീടിൻ്റെ മുറ്റത്തിട്ട് റൗണ്ട് അടിച്ച് പയ്യെ പഠിപ്പിച്ച് പിന്നെ ഒരുമാതിരി അവൾ ഓടിക്കും എന്ന് കണ്ടപ്പോൾ ഞാൻ അവിടെ പിള്ളേർ കളിക്കുന്ന ഒരു ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടിൻ്റെ സൈഡിൽ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ട്രാക്കും സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഒരുമാതിരി അവൾ ഓടിക്കും എന്ന് കണ്ടപ്പോൾ ഞാൻ അവിടെ പിള്ളേർ കളിക്കുന്ന ഒരു ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടിൻ്റെ സൈഡിൽ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ട്രാക്കും സെറ്റ് ചെയ്തേക്കുന്നത്. ആ ഗ്രൗണ്ടിലേക്ക് നേരെ പോയിട്ട് അവിടെ ഇട്ട് റൗണ്ട് അടിപ്പിച്ച് പഠിപ്പിക്കുകയാണ് ചെയ്തത്. അവിടെ പയ്യെ റൗണ്ട് അടിച്ച് ഒറ്റയ്ക്ക് റൗണ്ട് അടിക്കാൻ തുടങ്ങിയോടി പിന്നെ പുള്ളിക്കാരത്തി സ്കിഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ് ബാക്ക് കറക്കണ കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ ഇൻട്രസ്റ്റഡ് ആയി. അങ്ങനെ തന്നെ ബാക്കൊക്കെ കറക്കാൻ തുടങ്ങി പയ്യെ. അതുകൂടി കണ്ടപ്പോൾ നമുക്കും ഒരു എന്താ പറയുക ഇൻട്രസ്റ്റഡ് ആണെന്ന്. കാരണം ഓരോന്നോരോന്ന് അവിടെ തന്നെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമുക്കും ഇൻട്രസ്റ്റഡ് ആയി. അങ്ങനെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ട്രാക്ക് ഉണ്ടാക്കാനുള്ള പ്ലാൻ വന്നതും അതുകൊണ്ടാണ്. ഇവള് കറക്കണം ഇതൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചെയ്യണ്, ബാക്ക് കറക്കണം, ബ്രേക്ക് പിടിച്ച് കറക്കലും വീൽ ചെയ്യാൻ നോക്കലും ഇതൊക്കെ കൂടി കണ്ടപ്പോൾ ആൾക്ക് അതിനോടുള്ള ക്രൈസ് ഉണ്ടായിട്ട് തന്നെയാണെന്ന് എനിക്ക് തോന്നി. ഞാൻ ഓടിക്കാൻ വേണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അനിയൻ പറഞ്ഞ് പെണ്ണുങ്ങളൊന്നും ഓടിക്കാൻ പാടില്ല, ആണുങ്ങളാണ് ഓടിക്കുന്നത്, മോൾക്കത് അറിഞ്ഞൂടെ എന്നൊക്കെ ചോദിച്ച് അവരെ സംസാരം ചിരിയായി തുടങ്ങും കേട്ടോ. ഞാൻ വാപ്പിയെടുത്ത് ചോദിച്ച് വാപ്പി എന്താണ് പെണ്ണുങ്ങൾക്ക് ബൈക്ക് ഓടിച്ചതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ വാപ്പി പറഞ്ഞ് എന്താ ഓടിച്ചാൽ ഓടിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞു.
അപ്പം ഇവരൊക്കെ പറയണ ഓടിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം അവരൊക്കെ വെറുതെ പറയണെന്നും പറഞ്ഞ് എനിക്ക് മേടിച്ചു തന്നു. അങ്ങനെ എനിക്ക് ഓടിക്കാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലോ. അപ്പം വാപ്പി എന്നെ പിടിച്ച് ഓടിപ്പിച്ച് പഠിപ്പിച്ച് അങ്ങനെ ഓടിച്ച് പഠിപ്പിച്ച് അതുകൊണ്ടായിട്ട് പിന്നെ ഞാൻ പയ്യെ മുന്നോട്ട് കൊണ്ടുവന്ന് അങ്ങനെ ഞാൻ സ്കിഡ് ചെയ്യാനൊക്കെ പഠിച്ച് ഓടിക്കാൻ പഠിച്ച് അങ്ങനെ അത് ഓടിക്കാൻ തുടങ്ങിയപ്പോഴാണ് കൂട്ടുകാരും ഇവരെ കൂടി പറഞ്ഞിട്ടാണ് എന്തുകൊണ്ട് ഇത് നമുക്കൊരു പുറത്തേക്ക് വിട്ടുകൂടാ, ഇവളെന്തായാലും ശരിക്കും ഓടിക്കണ്ടല്ലോ, അങ്ങനെ കറങ്ങി തിരിഞ്ഞാണ് ഇങ്ങനെ ഒരു കാര്യം പുറത്ത് വിടാം എന്ന് തീരുമാനിച്ച് ഇങ്ങനെ ഒരു സെറ്റപ്പിലേക്ക് എത്തുന്നത് തന്നെ. ഞാൻ ആദ്യമൊക്കെ എൻ്റെ കൂട്ടുകാരത്തൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ നീ ഒന്നും പഠിച്ചെടുക്കില്ല, ഞാൻ എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കുമെന്ന് എൻ്റെ മനസ്സിൽ തന്നെ വിചാരിച്ചു. അങ്ങനെ ഞാൻ രാത്രിയാകുമ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കും, എനിക്കൊന്ന് പഠിക്കലേ. ഞാൻ അങ്ങനെയും പറഞ്ഞ് അങ്ങനെ ഇച്ചിരി പഠിച്ച് എല്ലാവരും കാണിച്ചു കൊടുത്ത് എല്ലാവരും വന്നിരുന്ന് പിന്നെ കണ്ട് അങ്ങനെ കൈയൊക്കെ കൊട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ട്രാക്കൊക്കെ ഉണ്ടാക്കി ഓടിക്കാൻ വേണ്ടി ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഓൾറെഡി അതിൻ്റെ മണ്ണിളകി കിടക്കണമെന്ന് ഭയങ്കര പെയിനായിരുന്നു. കൈവേദന എടുക്കുന്ന വാപ്പി എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് നേരം പഠിച്ചിട്ട് ആൾ നിർത്തി. പിന്നെ നേരെയുള്ള വഴി കൂടെ തന്നെ ആയി ഓട്ടം. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ കല്ലും കട്ടയും എടുത്ത് മാറ്റി സെറ്റ് ചെയ്യാന്നുള്ളതാണ് പിന്നെ അടുത്ത പരിപാടി. അങ്ങനെ 2 ഇന്ത്യക്കാരെയും വിളിച്ച് സാധനം കഴിഞ്ഞ ദിവസം വന്ന് കല്ലും കട്ടയും ചെറിയ കല്ലുകളുണ്ടായതെല്ലാം റിമൂവ് ചെയ്ത് തട്ടിനകത്തി വെള്ളം വെച്ച് നനച്ച് എല്ലാം സെറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് ഓടിച്ച്. വൈകുന്നേരം രാവിലെയും എനിക്ക് പോയി അവിടെ പ്രാക്ടീസ് ചെയ്യും. ഒരാഴ്ച കൊണ്ട് ഞാൻ പഠിച്ചപ്പോൾ നന്നായിട്ട് ഞാൻ ഓടിക്കാൻ തുടങ്ങി. വാപ്പിൻ്റെ സഹായമൊന്നും ഇല്ലാതെ ഓടിക്കാൻ തുടങ്ങി. അങ്ങനെ വാപ്പി സ്റ്റിഡ് ചെയ്യുക അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ സ്റ്റിഡൊക്കെ ചെയ്ത് ഇതാക്കി. അപ്പം എനിക്ക് ഹാപ്പിയായി, പിന്നെ വാപ്പിക്ക് ഹാപ്പിയൊക്കെ ആയി. എൻ്റെ പ്രാക്ടീസിൻ്റെ എടുക്കാൻ ടയറൊക്കെ പഞ്ചറായിപ്പോയി. അപ്പം അത് എടുക്കാൻ പോയപ്പോൾ എന്താ ഹെൽമെറ്റൊക്കെ വാങ്ങിക്കാമെന്ന് ആപ്പി ഒന്ന് വിചാരിച്ചു. നമ്മൾ പ്രാക്ടീസിൻ്റെ അടുക്ക് വണ്ടിയൊക്കെ പഞ്ചറായപ്പോൾ നമ്മൾ റിപ്പയർ ചെയ്യാൻ പോണേണ്. ഇരിക്കണുണ്ട്, കാറിൽ ഇരിക്കണാണ്, കണ്ടില്ലേ ലെസണ്ടല്ല. ഇത് കൗസ് എത്തിനി ബാക്കിയുള്ള സെറ്റായിക്കൊണ്ടിരിക്കണുള്ളൂ.
അപ്പൊ അതാ ഇത് എടുത്തിട്ടുണ്ട്. എന്റെ ഇതില്ലാണ്ട് കൈയൊക്കെ പൊട്ടിക്കുക, ബാൻഡേജ് ഒട്ടിച്ച് വെച്ചതാണ്. എന്താണെന്ന് വെച്ചിട്ട് ഇത്ര നാൾ ഇതില്ലാതെയാണ് ഞാൻ ഓടിച്ചോണ്ടിരുന്നത്. അതുകൊണ്ട് കൈയൊക്കെ പൊട്ടി. പാഡാണ്, കയ്യിലും കാലൊക്കെ മേടിച്ചാണ്. കാരണം വീഴുമ്പോ നമ്മള് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ മേടിച്ചത്. ഇതിന്റെ വേറെ അടിപൊളി എടുത്താലും പക്ഷെ അത് വില കൂടുതലായി പോയി. അതുകൊണ്ട് പകരം ഇത് എടുത്താണ്. നല്ല പറ്റുന്നുണ്ട് കേട്ടോ. ഇതാണ് എനിക്ക് വാപ്പി മേടിച്ചത് റൈഡിങ് ഗിയർ. ഇവിടെയാണ് നമ്മ ട്രാക്ക് സെറ്റ് ചെയ്തേക്കുന്നത്. ഇവർക്ക് ഓടിക്കാനായിട്ടുള്ള സ്ഥലങ്ങളും ട്രാക്കും അതിൻ്റെ മണ്ണ് തിട്ട അവിടെ ഹൈറ്റ് സാധനങ്ങളൊക്കെ ട്രക്ക് സെറ്റ് ചെയ്തതിന് വേണ്ടിയാണ്. അപ്പുറത്തെ ഗ്രൗണ്ടിലിട്ടാണ് നമ്മൾ ഓടിച്ച് അപ്പുറത്തെയും ഇവിടുത്തെ ഗ്രൗണ്ടിലിട്ടാണ് പഠിച്ചിരുന്നത്. പിന്നെ അങ്ങനത്തെ ചാട്ടവും ട്രാക്കൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മ ഇങ്ങനെ സെറ്റ് ചെയ്ത് JCB വിളിച്ച് കുറേ കഷ്ടപ്പെട്ട്. അപ്പോൾ വാപ്പി ഞാൻ ഉറങ്ങുമ്പോൾ രാവിലെ എനിക്ക് പോയി JCB കൊണ്ടൊക്കെ ഗ്രൗണ്ട് ഉണ്ടാക്കി തന്ന വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ. സ്ഥലത്തിൻ്റെ ഉടമ ഇക്ബാൽക്ക നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ്. ഇക്ബാൽക്കാട് അടുത്ത് പോയി ചോദിച്ചപ്പോൾ ഇക്ബാൽക്ക് ഉണ്ടായില്ല. ഇക്ബാൽക്കാടെ മകൾ വഴി ഓടിപ്പിച്ചപ്പോൾ സമ്മതിച്ചേർന്ന് പിള്ളേർക്ക് ഇതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ സമ്മതം തന്നു. പിന്നെ ഇത് ഓടിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ മര്യാദക്ക് ഓടിക്കണമെന്ന് കണ്ടപ്പോൾ നമുക്കൊരു സന്തോഷം. കാരണം ചെയ്തതിനുള്ളൊരു ഗുണവും അവൾക്ക് കിട്ടിയൊരു സന്തോഷം. അവളത് ഓടിക്കാൻ തുടങ്ങിയപ്പോൾ അവൾക്ക് കിട്ടിയൊരു ഫീല്. അതായത് അവൾ കുറേ ആഗ്രഹിച്ചൊരു കാര്യം അവൾക്ക് ചെയ്യാൻ കിട്ടിയപ്പോൾ അതും ചെയ്യാൻ കിട്ടൂല എന്ന് കരുതിയ കാര്യം ചെയ്യാൻ കിട്ടിയപ്പോൾ ഉള്ള അവളൊരു സന്തോഷവും ഇതൊക്കെ അവളുടെ ഫേസിലുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ നമുക്കുണ്ടായൊരു സന്തോഷവും അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. ഇതിൽ നമുക്ക് ട്രാക്ക് ഒന്ന് കാണാം. ട്രാക്ക് ഉണ്ടാക്കിയേക്കുന്നത് എങ്ങനെയുണ്ട് എന്നൊന്നും അറിയട്ടെ. നമ്മുടേതായ ഒരു ഐഡിയ കൂടെ ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്ന ട്രാക്കാണ്. അല്ലാണ്ട് ഇല്ല ഇതൊന്നും ഉണ്ടാക്കിയുള്ള പരിചയവും ഇതൊന്നും നമുക്കില്ല. യൂട്യൂബിൽ കണ്ട പോലെ ഒരു ചെറിയൊരു സാധനം കുട്ടികൾക്ക് ഓടിക്കാൻ പറ്റിയ രീതിയിൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് സെറ്റ് ചെയ്തെടുത്തു, അത്രേ ഉള്ളൂ. എന്തായാലും പിള്ളേർക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്നല്ല, പിള്ളേർക്ക് ഇഷ്ടമുള്ളൊരു കാര്യം അവർക്ക് വേണ്ടി അവരുടെ കൂടെ നിന്ന് ചെയ്യിപ്പിച്ചു എന്നുള്ളതിലാണ് എനിക്ക് സന്തോഷം. അല്ലാണ്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം വലുതായിട്ട് ചെയ്യിപ്പിച്ചു എന്നുള്ളതിലല്ല. അവർ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചൊരു കാര്യം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റി. അതാണ് മെയിനായിട്ട് എനിക്ക് തോന്നിയൊരു സന്തോഷം. പിന്നെ ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾക്ക് കൂടുതൽ അവളും സഹകരിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അവൾ ഭയങ്കര ക്രേസിലായിരുന്നു ഇതിൽ. അതുകൊണ്ടായിരിക്കണം പെട്ടെന്ന് ആൾ ക്യാച്ച് ചെയ്ത് ഇതിന് കറക്റ്റായിട്ട് വന്നതും. ഓൾറെഡി ഒരു ചെറിയ ഹമ്പാണ് ഞാൻ അവിടെ ആദ്യം ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചതിന് സ്പീഡിലൊന്നും അതിൻ്റെ മുകളിൽ കൂടെ ചാടിക്കുക, പേടിയൊന്നും ഇല്ലാണ്ട് ചാടിക്കണ്. അങ്ങനെ കണ്ടപ്പോഴാണ് ഞാനിത് ഉണ്ടാക്കാന്നുള്ള പ്ലാനിലേക്ക് എത്തിയത്. ഇത് ഞാൻ ഇത്ര നാൾ സാധാരണ ഇട്ടായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. ഇപ്പൊ ഞാൻ ഇത് ആദ്യമായിട്ട് ഇട്ട് ഞാൻ ചെയ്യാൻ പോണേണ്, ബൈക്ക് ഓടിക്കാൻ പോണേണ്.
ഹായ്, ഞാൻ ഹയ ഫാത്തിമ. നഷ്യ എൻ്റെ സിസ്റ്ററാണ്. ആദ്യത്തിലൊക്കെ അവൾ ബൈക്ക് റേസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അവളെ ഭയങ്കരമായിട്ട് കളിയാക്കൊക്കെ ചെയ്യുമായിരുന്നു. നിനക്കത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എന്നിട്ട് എല്ലാ ദിവസവും അവൾ വാപ്പിയുടെ ഒപ്പം രാവിലെ പോവും, വൈകുന്നേരം പോവും ട്രെയിനിങ് ചെയ്യാനായിട്ട്. അപ്പോൾ വൈകുന്നേരവും മിക്കപ്പോഴൊക്കെ അവൾ വീണിട്ടാണ് വരാറ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിനക്ക് പറ്റില്ല, അങ്ങനെയാണ് എങ്ങനെയെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ അവൾ ഒരു ദിവസം അത് വിൻ ചെയ്തെടുത്ത്, അവളത് നേടിയെടുത്ത്. അവളെ കൊണ്ട് പറ്റുമെന്ന് അവൾ മനസ്സിൽ കരുതി അവൾ അത് അച്ചീവ് ചെയ്തെടുത്ത്. അങ്ങനെ തന്നെ പറയാം, അച്ചീവ് ചെയ്തെടുത്ത് അവൾ. ഇപ്പോൾ അവൾ നന്നായിട്ട് ഓടിക്കുന്നുണ്ട്. ഇപ്പോൾ അപ്പോൾ അവിടെ ട്രാക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ അവൾ നന്നായിട്ട് ഓടിക്കും. ഈ പഴയ വണ്ടി അത്ര സുഖമില്ലാത്തതുകൊണ്ട് പുതിയ വണ്ടി മേടിച്ച്. അപ്പം നമുക്കൊന്ന് സ്റ്റിക്കറും നമ്പറൊക്കെ ഒട്ടിക്കണ്ടേ. അപ്പം ഞാൻ വാപ്പി പറഞ്ഞ് മഞ്ഞ ബൈക്കായതുകൊണ്ട് വാപ്പി പറഞ്ഞ് നമ്മളെ മഞ്ഞക്കാരൻ്റെ നമ്പർ ഇടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അത് വേണ്ട, എനിക്ക് ഇഷ്ടമുള്ള നമ്പർ ഇടുന്ന് പറഞ്ഞു. അപ്പം വാപ്പി ചോദിച്ചു ഏതാണ് എനിക്ക് ഇഷ്ടമുള്ള നമ്പർ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ് മമ്മൂക്കാരുടെ വണ്ടീൻ്റെ നമ്പർ മതി എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് അറിഞ്ഞൂടാന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പം എത്രയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ 369 എന്ന് പറഞ്ഞു. കാരണം ഇത്താത്ത എല്ലാവരൊക്കെ പറയണ കേട്ടിട്ടുണ്ടായി, അതുകൊണ്ട് ഞാൻ 369 എന്നൊക്കെ പറഞ്ഞു. മമ്മൂക്കാൻ്റെ എല്ലാ വണ്ടിയുടെ നമ്പർ അത് തന്നെയാണ്, അതുകൊണ്ട് ഞാനതിട്ട്. ആദ്യം കൂട്ടുകാരും വീട്ടുകാരൊക്കെ വീട്ടിൽ വൈഫൊക്കെ ഒന്ന് എതിർത്ത്, നിങ്ങൾക്ക് എന്താണ് JCB കുറിച്ച് ട്രാക്ക് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് ഒപ്പം കിടന്ന് തുള്ളാൻ നടക്കുകയാണ്. പക്ഷെ ഞാനത് കണ്ടത് അവരുടെ സന്തോഷമായിരുന്നു. തുള്ളലിനേക്കാൾ ഉപരി നമുക്ക് കിട്ടാത്തൊരു കാര്യം നമ്മുടെ മക്കൾക്ക് കിട്ടണം എന്ന് പറഞ്ഞാൽ അവർ ആഗ്രഹിച്ചത് നമുക്കിപ്പോൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം. സപ്പോർട്ട് ചെയ്ത് നിൽക്കണോട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. പിന്നെ നമുക്ക് ഗ്രൗണ്ടിലേക്ക്, നിങ്ങൾക്ക് റേസിങ് കണ്ടേ, അതിന് ഗ്രൗണ്ടിലേക്ക് നമുക്ക് പോവാം.
എന്തായാലും ഇവള് അത്യാവശ്യം തിരക്കേലാണ്ട് ഓടിക്കുന്നുണ്ട്. ഇനിയും ഇതിന്റെ മുകളിലേക്ക് ഓടിക്കണം എന്നുള്ള ക്രൈസിലാണ് പറയുന്നത്. ഇതിന് സ്പീഡ് കൂട്ടി ഓടിക്കണം. അപ്പോൾ വീട്ടിൽ നിന്നുള്ള പ്രശ്നമുണ്ട്, വൈഫ് പ്രശ്നമാണ്. ഇപ്പൊ കുറച്ച് ഒതുങ്ങിയെങ്കിലും പേടിയാണ്. കാരണം അവർക്ക് ബൈക്ക് എന്നൊക്കെ പറയുമ്പോൾ പിള്ളേർ ഓടിക്കുന്ന പറയുമ്പോൾ സ്വാഭാവികമായിട്ടൊരു പേടിയാണ്. എന്തായാലും കുറച്ചും കൂടി ശരിയാക്കി എടുക്കണം എന്ന് കരുതിയിരിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ എല്ലാവരും കട്ട സപ്പോർട്ടിന് എന്നെ കൂടെ നിൽക്കണം, എന്നാലേ എനിക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാൻ പറ്റുന്നുള്ളൂ. അപ്പം ബൈ.